സുഹൃത്തുക്കളെ, ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഡാറ്റ സ്ട്രക്ചറും ആൻഡ് അൽഗോരിതം പഠിക്കേണ്ട ഒരു രീതി എങ്ങനെയാണ്? ഇത് ആബ്സല്യൂട്ട്ലി ബിഗിന്നേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ റോഡ് മാപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റോഡ് മാപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ആ ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ റോഡ് മാപ്പ് SH എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് വഴി തന്നെയാണ് നോക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു അണ്ടർസ്റ്റാൻഡ് കിട്ടും എങ്ങനെയാണ് ആ റോഡ് മാപ്പ്, അല്ലെങ്കിൽ ആ പഠിച്ചു പോകേണ്ട പാത്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു അണ്ടർസ്റ്റാൻഡ് കിട്ടും. സോ നമുക്ക് പോയിന്റിലേക്ക് വരാം. ആദ്യമായിട്ട് നമ്മൾ ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതം പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതം എന്താണ് എന്നുള്ള കാര്യങ്ങൾക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചൂസ് ചെയ്യണം. നമുക്കറിയാം ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസെപ്ഷ്യൽ ലെവൽ വർക്കിംഗ് ആണ്. അതായത് ഏത് ഡാറ്റ അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്കും നമുക്ക് സ്യൂട്ടായിട്ടാണ് ഡാറ്റ സ്ട്രക്ചർ ഉണ്ടാവുക. അതൊരു കോമൺ കോൺസെപ്റ്റാണ്. അപ്പോൾ ആ ഒരു ലെവലിലാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ചൂസ് ചെയ്യുക. നമുക്കറിയാം ജാവാസ്ക്രിപ്റ്റ്, ഗോ, C#, CPP, പൈത്തൺ, റസ്റ്റ്, റൂബി, പിന്നെ സി, ഫ്ലട്ടറിൻ്റെ നമ്മുടെ ഡാർട്ട്, അതേപോലെ കോട്ട്ലിൻ, PHP, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് നമുക്കറിയാം. സോ നമ്മൾ ഒരു ബിഗിനേഴ്സ് എന്നുള്ള ലെവലിൽ ജാവ ആണെങ്കിൽ ഏത് ലാംഗ്വേജ് ആണെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഏത് ഡൊമൈനിലാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്ന ഡൊമൈനിൻ്റെ ലെവലിൽ നിങ്ങളൊരു ലാംഗ്വേജ് ചൂസ് ചെയ്യുക. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, ഞാൻ കോട്ട്ലിനിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളൊരു സിയിൽ ഡാറ്റ സ്ട്രക്ചർ പഠിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടി നന്നാവുക എന്നുള്ളത്. കാരണം സിയിൽ പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഇച്ചിരി ഡാറ്റ സ്ട്രക്ചേഴ്സിലേക്ക് വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റ് ആണ് മനസ്സിലാക്കാൻ. പക്ഷേ അതിൽ നമ്മൾ കുറച്ച് ഡീപ്പ് ലേൺ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇതിൽ ലാംഗ്വേജിലൊക്കെ വരുമ്പോൾ ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും. കുറച്ചും കൂടി നമുക്കൊരു അണ്ടർസ്റ്റാൻഡബിൾ ഈസി ആയിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എനിക്കുള്ളത്. നമ്മൾ എടുക്കുന്ന ടൈമിൽ കുറച്ച് റിസ്ക് ഉള്ളത് പഠിച്ചു കഴിഞ്ഞാൽ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് ആ ഒരു ലാംഗ്വേജ് ഏത് ഡൊമൈനിലാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്ന ഡൊമൈൻ എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താൽ മാത്രം പോരാ. നമുക്കറിയാലോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് വേണ്ട സിൻറ്റാക്സ്, അതേപോലെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ദാറ്റ് മീൻസ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്, ഇഫ്, എൽസ്, ഫോർ, ലൂപ്പ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ ഫങ്ഷൻസ്, ഊപ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ C ആണെങ്കിൽ ഊപ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ജാവ പോലത്തെ അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാംസിന് ഊപ്സ് ഒക്കെ ഉണ്ടാവും. ക്ലാസ് ഫങ്ഷൻ പോലത്തെ കോൺസെപ്റ്റുകളൊക്കെ ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പ്രോഗ്രാമിൻ്റെ കൂടെ പഠിക്കാത്ത മറ്റൊരു കാര്യമാണ് സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞാൽ. ഇസ് എ റഫ് കോഡ്. അത് സ്യൂഡോ കോഡ് എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് സ്യൂഡോ കോഡ് എങ്ങനെ റൈറ്റപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. സ്യൂഡോ കോഡ് എന്ന് വെച്ചാൽ പ്ലെയിൻ ലാംഗ്വേജ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അത് നമ്മൾ സ്റ്റെപ്പ് ബൈ അൽഗോരിതം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഉണ്ടെങ്കിൽ സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോർ ലെവലിലുള്ള ഒരു ലെവലിൽ റൈറ്റപ്പ്, ടെമ്പററി റൈറ്റപ്പാണ് ഈ സ്യൂഡോ കോഡ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ എന്താണ് സ്യൂഡോ കോഡ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അൽഗോരിതം എന്താണ്, അതിന് അൽഗോരിതം എങ്ങനെ സ്റ്റെപ്പ് വെച്ച് ക്രിയേറ്റ് ചെയ്യുക, അൽഗോരിതത്തിൻ്റെ കോൺസെപ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മൾ ഈ സ്റ്റെപ്പ് സ്യൂഡോ കോഡ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, അൽഗോരിതം കൂടി ഒന്ന് പഠിച്ചു വെക്കുക, അൽഗോരിതത്തിൻ്റെ കോൺസെപ്റ്റ്. ഇത് നമ്മൾ അടുത്തൊരു പോർഷനിലേക്ക് നമ്മൾ കടക്കാൻ പോകണം, കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക്. എന്താ ഡാറ്റ സ്ട്രക്ചർ എന്താണെന്നുള്ളത്, ഈ ഡാറ്റ സ്ട്രക്ചർ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ദെൻ ഡാറ്റ സ്ട്രക്ചർ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. അത് ഡാറ്റേൻ്റെ ഓർഗനൈസേഷനാണ്, ഏത് രീതിയിലാണ് ഡാറ്റ ഓർഗനൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം നോക്കണം. എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റർണൽ സ്റ്റോറേജ്? നമുക്കറിയാമല്ലോ രണ്ട് ടൈപ്പ് സ്റ്റോറേജ് ഉണ്ട്. പ്രൈമറി സ്റ്റോറേജ് ഉണ്ട്, സെക്കൻഡറി സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു കോൺസെപ്റ്റൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് ബേസിക്കായിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം. പിന്നെ മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത് ഏത് ടൈപ്പിലാണ് എന്നുള്ളത്, അതായത് എങ്ങനെയാണ് മെമ്മറി അലോക്കേഷൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള രീതിയൊക്കെ നിങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കണം. അത് ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും ഡാറ്റ സ്ട്രക്ചർ. ഇനി ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക്കലി നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. വാട്ട് ഈസ് ഡാറ്റ സ്ട്രക്ചർ, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ സ്ട്രക്ചറും ഞാനൊരു സിംപ്ലിഫൈ ചെയ്തൊരു ഫോർമാറ്റിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ലൈബ്രറി കയറുക. ഒരു ലൈബ്രറി കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നോവലാണ് എടുക്കണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ
ഒരു മോട്ടിവേഷൻ ബുക്കാണ്. ഇപ്പോൾ ആറ്റോമിക് ഹാബിറ്റ്സ്, ജെയിംസ് ക്ലിയറിൻ്റെ ആറ്റോമിക് ഹാബിറ്റ്സ് ആണ് നമ്മൾ എടുക്കണമെന്ന് വിചാരിക്കുക. അതൊരു മോട്ടിവേഷണൽ ബുക്കാണ്. ആ ഒരു ലെവലിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലൈബ്രറി കയറിയ ലൈബ്രറിയിൽ ഒരുപാട് മേഖലയിൽ ബുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള, ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ മോട്ടിവേഷൻസ്, സ്റ്റോറീസ്, നോവൽസ്, സിനിമാറ്റിക് ഡ്രാമാസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഒരു ലെവലാണ് ശരിക്കും പറഞ്ഞാൽ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുക. അതായത് ഈ ബുക്കിനെ ഡാറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുക, ഈ സ്റ്റോറിന് അത് സ്ട്രക്ചർ ചെയ്ത് വെച്ച പൊസിഷന്, അതായത് ഈ ഒരു പ്രോസസ്സിനാണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വരുന്ന ഡാറ്റ നമ്മൾ കൃത്യമായിട്ടുള്ള പൊസിഷനിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സാണ് ശരിക്കും പറയുന്നത് ഡാറ്റ സ്ട്രക്ചർ എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുക. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ നമുക്കറിയാം, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത്. നമ്മളിപ്പോൾ ലൈബ്രറീൻ്റെ കാര്യം തന്നെ എടുക്കുക. ഈ ലൈബ്രറിയിൽ ഇപ്പോൾ നമ്മൾ എല്ലാ ബുക്കും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കും, നമുക്കത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ ഇത് സ്ട്രക്ചർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നോവലിൻ്റെ ഇപ്പോൾ ഫിസിക്സിൻ്റെ ബുക്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫിസിക്സിൻ്റെ പോർഷൻ മാത്രം സെർച്ച് ചെയ്താൽ മതി, നമുക്ക് അവിടുന്ന് കറക്റ്റായിട്ട് ഡാറ്റ കിട്ടും. ഇനി അതിൻ്റെ ഇൻസൈഡിൽ തന്നെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെക്കാം. ഫിസിക്സിൽ തന്നെ ക്വാണ്ടം ഫിസിക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ലെവലിൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെക്കാം. അത് അറേഞ്ച്മെൻറ്റിന് അങ്ങനൊരു ഗുണമുണ്ട്. ഈ ഒരു പ്രോസസ്സാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ, ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബേസിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ഏതൊക്കെയാണ് ബേസിക് ഡാറ്റ സ്ട്രക്ചേഴ്സ്? അതായത് ഒന്നാമത്തെ അതിൽ അറേ എന്ന് പറയും. നമ്മൾ അറേ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളൊരു ബേസിക് കോഡിങ് പഠിക്കുന്ന സമയത്ത് തന്നെ അറേ നമ്മൾ പഠിക്കാറുണ്ട്. എന്താണ് അറേ? അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് സെയിം ഡാറ്റ ടൈപ്സ് ആണ്. അതായത് കളക്ഷൻ ഓഫ് ഡാറ്റ എന്നാലും ഒരുപാട് സെയിം ഡാറ്റ ടൈപ്പിലുള്ള ഒരുപാട് ഡാറ്റകൾ കൂടുന്ന ഒരു കളക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുക, അറേ എന്ന് പറയാം. കുറച്ച് ഇപ്പോൾ ഇൻറ്റീജർ അറേ ഉണ്ട്, ഫ്ലോട്ടിംഗ് അറേ ഉണ്ട്, ക്യാരക്ടർ അറേ ഉണ്ട്. ക്യാരക്ടർ അറേ ആസ് കോൾഡ് ആസ് എ സ്ട്രിങ്. അപ്പോൾ അത് നമുക്കറിയാമല്ലോ. പിന്നെ അടുത്തൊരു ടൈപ്പാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ നമ്മൾ പറയാം. പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഡീപ്പായിട്ട് പോകണില്ല. പിന്നെ നമുക്ക് നമുക്ക് ഓരോ പോർഷനെ നമുക്ക് ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് പോകാം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകണേ ഉള്ളൂ. പിന്നെ സ്റ്റാക്ക് ഉണ്ട്, ക്യൂ ഉണ്ട്, ഹാഷ് ടേബിൾ ഉണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഒരു വകഭേദം എന്ന് പറയുകയാണെങ്കിൽ സ്റ്റാക്കിനും ക്യൂവിന്, ഹാഷ് ടേബിൾ എന്ന് പറഞ്ഞാൽ ക്യൂ വാല്യൂ പെയറാണ്. സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ക്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക, ഒരു സി ഡി ഇട്ടിരിക്കുന്ന ട്രയൽ ലാസ്റ്റത്തെ അല്ല ഫസ്റ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ സിനിമ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ക്യൂ വെക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ടിക്കറ്റ് കിട്ടണം, ആ ഒരു കോൺസെപ്റ്റ്. പിന്നെ ഹാഷ് ടേബിൾ എന്ന് പറഞ്ഞാൽ കീ വാല്യൂ പെയറാണ്. കീ വാല്യൂ പെയർ മീൻസ് ഒരു കീ ഉണ്ടാവും, ആ കീ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ എന്ത് ചെയ്യാം, ഫെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ബേസിക് ഡാറ്റ സ്ട്രക്ചർ കംപ്ലീറ്റ് ആവും. ദെൻ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. ആൽഗോരിതമാറ്റിക് കോംപ്ലക്സിറ്റി, ആൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി. ആൽഗോരിതം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കോംപ്ലക്സിറ്റിയാണ്, അതായത് ആ ഒരു ഡാറ്റ സ്ട്രക്ചറിൻ്റെ പ്രോസസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പെർഫോമൻസ്, മെമ്മറി ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സിറ്റിയാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ അതിന് നമുക്ക് രണ്ട് ടൈപ്പാണ് മെയിനായിട്ടുള്ള കോംപ്ലക്സിറ്റി വരുന്നത്, ടൈം കോംപ്ലക്സിറ്റി ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി. ടൈം കോംപ്ലക്സിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്, എത്ര ടൈമാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം എന്നുള്ള കാര്യം. അതായത് അവിടുന്ന് ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം എത്രയാണെന്നുള്ളത്, ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം എത്രയാണ് എന്നുള്ളതാണ് ടൈം കോംപ്ലക്സിറ്റി എന്നുള്ളത് അർത്ഥമാക്കുന്നത്. എന്നാൽ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സ്പേസ് എടുക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഏറ്റവും ഒരുപാട് ടൈപ്പ് ഓഫ് കോംപ്ലക്സിറ്റി നമുക്ക് പിന്നെ പറയാൻ പറ്റും. അതായത് രണ്ട് ടൈപ്പ് കോംപ്ലക്സിറ്റിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ അതിൽ ഹൗ ടു കാൽക്കുലേറ്റ് കോംപ്ലക്സിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. അതിൽ ബിഗോ നൊട്ടേഷൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അസിംപ്റ്റോട്ടിക് നൊട്ടേഷനാണ് കോമൺ ആയിട്ട് പറയാം, അസിംപ്റ്റോട്ടിക് നൊട്ടേഷനാണ്. അതിൽ അങ്ങനെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കോമൺ റൺ ടൈംസ് ആണ്, അത് കോൺസ്റ്റൻ്റ് ഉണ്ട്, അത് റൺ ടൈം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഓഫ് റൺ ടൈം എന്താണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായും. നമ്മൾ കോമൺ റൺ ടൈം ക്വാളിഫൈ ദ പെർഫോമൻസ്, അത് പെർഫോമൻസിൻ്റെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോമൺ
റൺ ടൈംസിനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഓഫ് ഉണ്ട്, ഓഫ് എൻ ഉണ്ട്, ഓഫ് ലോഗ് എൻ ഉണ്ട്, ഓഫ് എൻ ലോഗ് എൻ ഉണ്ട്, ഓഫ് എൻ സ്ക്വയർ ഉണ്ട്, എൻ ക്യൂബ് ഉണ്ട്, ടു ഓഫ് എൻ ഉണ്ട്, അതേപോലെ തന്നെ ഓഫ് എൻ നോട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പല ടൈപ്പും ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ, അതായത് ബിഗോ നൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ബിഗോ നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലി ലോണായിട്ട് ഓ നൊട്ടേഷൻ എന്നാണ് പറയുക. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വേർസ്റ്റ് കേസും ബെസ്റ്റ് കേസും അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഓഫ് ബിഗ് തീറ്റ നൊട്ടേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബിഗ് ഒമേഗ നൊട്ടേഷൻ ഉണ്ട്, ബിഗ് ഒമേഗ നൊട്ടേഷൻ. ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആൽഗരിത്മാറ്റിക് കോംപ്ലക്സിറ്റി അതോടുകൂടി ഏകദേശം അണ്ടർസ്റ്റാൻഡ് ആവും. പിന്നെ അടുത്ത സെഷനിലേക്ക് കടക്കുക. ഈ അടുത്ത സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോർട്ടിംഗ് അൽഗോരിതംസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ പ്രോബ്ലംസ് ആണ് സ്റ്റെപ്പായിട്ട് പോകുന്നത്. ഏകദേശം ഇതോടുകൂടി നമ്മൾ എന്താ പറയുകയാണ്, നമ്മൾ ഏകദേശം ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ബേസിക്സ് ഒക്കെ കവർ ചെയ്ത് പോയി കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക്, അത് പ്രോബ്ലം ലെവലിലേക്ക് പിന്നെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സോർട്ടിംഗ് അൽഗോരിതം എന്താണ്? ബബിൾ സോർട്ട് ഉണ്ട്, മെർജ് സോർട്ട് ഉണ്ട്, ഇൻസേർഷൻ സോർട്ട് ഉണ്ട്, ക്വിക്ക് സോർട്ട് ഉണ്ട്, സെലക്ഷൻ സോർട്ട് ഉണ്ട്, ഹീപ്പ് സോർട്ട് ഉണ്ട്. ഈ ഹീപ്പ് സോർട്ട് നമ്മൾ പലപ്പോഴും കോളേജുകളിലൊന്നും പഠിക്കാറില്ല, പക്ഷേ ഹീപ്പിന് ആവശ്യമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഗൂഗിളിൽ സെർച്ച് എഞ്ചിൻ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നടക്കുന്ന പ്രോസസ്സ് മെയിൻ ഹീപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ പ്രോബ്ലംസൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് വെക്കുക. ഇവിടെ എക്സാമ്പിൾസൊക്കെ കാണിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ദെൻ സെർച്ച് അൽഗോരിതംസ് എന്തൊക്കെയാണെന്നുള്ളത്, ലീനിയർ സെർച്ച് ഉണ്ട്, ബൈനറി സെർച്ച് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഡാറ്റ സ്ട്രക്ചറിലേക്ക് പോകാൻ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറിലേക്ക് നമ്മൾ പോകണം. ഇവിടെ പ്രിമിറ്റീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് ബേസിക് ഡാറ്റ സ്ട്രക്ചർ, അതായത് പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ. പിന്നെ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറിലേക്ക് നമ്മൾ കടന്നു. അതിലാണ് നമ്മൾ ട്രീ ഡാറ്റ സ്ട്രക്ചർ വരുന്നത്. ബൈനറി ട്രീ ഉണ്ട്, ബൈനറി സെർച്ച് ട്രീ ഉണ്ട്, AVL ട്രീസ് ഉണ്ട്, ബി ട്രീസ് ഉണ്ട്. പിന്നെ ഇതിന് പ്രോസസ്സറുകളാണ്, അതായത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾസ് ഉണ്ട്, അത് പ്രോബ്ലംസ് പോലെ. അപ്പോൾ അതിൻ്റെ ട്രാവേഴ്സൽ ഉണ്ട്, ട്രാവേഴ്സൽ, അതായത് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക, ഡാറ്റ കണ്ടുപോരുക, അത്രേ ഉള്ളൂ. അതാണ് ഇനോർഡർ ട്രാവേഴ്സൽ, പ്രീ ഓർഡർ ട്രാവേഴ്സൽ, പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. പിന്നെ അടുത്തൊരു സെഷനാണ് സെർച്ച് അൽഗോരിതംസ്, സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ BFS ഉണ്ട്, DFS ഉണ്ട്. അവിടെ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്, ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച്, ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതായിട്ടുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫിക്കേഷൻ കിട്ടും. ദെൻ അടുത്ത സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്, ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചർ. അതായത് ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചർ എന്താണെന്നുള്ളത്, ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചർ ട്രീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ട് ഉണ്ടാവും, ആ റൂട്ടിൽ നിന്ന് പിന്നെ ബ്രാഞ്ചുകളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ട്രീ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഗ്രാഫാണ്, അതായത് ഒരു വല പോലൊക്കെ ഒരു കോൺസെപ്റ്റാണ് ഈ ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഡയറക്റ്റഡ് ഗ്രാഫ് ഉണ്ട്, അൺഡയറക്റ്റഡ് ഗ്രാഫ് ഉണ്ട്, പിന്നെ പ്രോബ്ലംസാണ് സെർച്ച് അൽഗോരിതംസിൻ്റെ പ്രോബ്ലംസാണ് BFSും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉള്ള പോലെ തന്നെ BFSും DFSും സെർച്ച് പ്രോബ്ലംസ് നമ്മൾ കണ്ടെത്തുക. പിന്നെ ഇതിൽ പോലെ തന്നെ നമുക്ക് ഇവിടെ ഷോർട്ട് പാത്ത് കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡ് ഉണ്ട്, ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ. അപ്പോൾ നമ്മൾ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അൽഗോരിതംസിന് എടുക്കും. അതേപോലെ തന്നെ അത് ഒരുപാട് മിനിമം സ്പാനിങ് ട്രീ, അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസിൻ്റെ കുറച്ചും കൂടി വൈഡായിട്ടുള്ളൊരു അഡ്വാൻസ് ലെവൽ ടോപ്പിക്കാണ് ഈ കാര്യങ്ങളൊക്കെ, ഷോർട്ടസ്റ്റ് പാത്തും മിനിമം സ്പാനിങ് ട്രീയും ഒക്കെ. ഇതിന് 2 എക്സാമ്പിൾസും കാര്യങ്ങളും അൽഗോരിതംസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇതിന് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ അഡ്വാൻസ് ലെവലിലേക്കാണ് പോകുന്നത്. ഇതോടുകൂടി ഒരു ബേസിക് ലെവൽ നമ്മളിവിടെ കംപ്ലീറ്റ് ആകും, കുറച്ചും കൂടി ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ ഇതോടുകൂടി കംപ്ലീറ്റ് ആകും. പിന്നെ അഡ്വാൻസ് ലെവലിലേക്കാണ് പോകുന്നത്. ഈ അഡ്വാൻസ് ലെവലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേൾക്കാത്തൊരു ഡാറ്റ സ്ട്രക്ചറാണ് ട്രൈ ഒക്കെയാണ് നമ്മൾ ഗൂഗിളിലൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, സെർച്ചിൻ്റെ സമയത്തൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സെഗ്മെൻറ്റ് ട്രീസ്, ഫങ്ക്ടി ട്രീസ്, ഡിസ്ജോയിൻറ്റ് സെറ്റ്, ഇത് സെറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ കിടക്കും. പിന്നെ സഫിക്സ് ട്രീസ് ആൻഡ് അറേസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ നമ്മൾ കുറച്ചും കൂടി ഹെവി അഡ്വാൻസ് ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കോംപ്ലക്സ് ഡാറ്റ സ്ട്രക്ചർ. അതിൽ B പ്ലസ് ട്രീസ്, സ്കിപ്പ് ലിസ്റ്റ്, ISAM, പിന്നെ ISAM 2/3 ട്രീസ്, 2/3 ട്രീസ്, അങ്ങനത്തെ ലെവലിലൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ നമ്മൾ പോവാണ്. ഓക്കെ, അത് ഈ ഒരു ലെവലിലൊക്കെ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലായിട്ട് മാറുകയാണ്. അടുത്തൊരു പോർഷനിലേക്ക് കിടക്കുകയാണ് ഇൻഡെക്സിങ്, ലീനിയർ ഇൻഡെക്സിങ് ഉണ്ട്. എന്താണ് ഇൻഡെക്സിങ് എന്നുള്ളത് നോക്കുക. ഇൻഡെക്സിങ് ഡാറ്റ സ്ട്രക്ചർ ടെക്നിക്ക് എഫിഷ്യൻ്റ്ലി റിട്രൈവ് ഡാറ്റ ഫ്രം എ ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ
പെട്ടെന്ന് എഫിഷ്യൻ്റായിട്ട് റിട്രൈവ് ചെയ്യാൻ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു മനസ്സിലാവും. പിന്നെ അത് ലീനിയർ ഇൻഡെക്സിങ്ങിൻ്റെ, ട്രീ ബേസ്ഡ് ഇൻഡെക്സിങ്ങിൻ്റെ അങ്ങനെ ഒരു ഇതൊക്കെ ഒന്ന് ലോജിക്കൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്ത് നമ്മുടെ പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് ആണ്. എന്തൊക്കെയാണ് പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ ബ്രൂട്ട് ഫോഴ്സ്, ബാക്ക് ട്രാക്കിങ്, അങ്ങനെ കുറേ കോൺസെപ്റ്റുകൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോം നമുക്ക് പ്രോബ്ലംസ് ഉള്ളത് കിട്ടും. ആ പ്രോബ്ലംസ് നമ്മൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ലീഡ് കോഡ്, എഡാബിറ്റ്, അങ്ങനെ ആൽഗോ എക്സ്പേർട്ട്, ഇങ്ങനെ ഒരുപാട് സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അതിൽ പ്രോബ്ലംസ് ഒട്ടുമിക്കം സോൾവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഗൂഗിൾ, ഫേസ്ബുക്ക്, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ ഒരുപാട് കമ്പനീസിൻ്റെ ഡാറ്റ സ്ട്രക്ചർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മളെടുക്കുക, അതെടുത്തിട്ട് സോൾവ് ചെയ്യുക. അവർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും, ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്ത് അതിൻ്റെ മെത്തഡോളജീസ് മനസ്സിലാക്കി വെച്ച് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അതിനെക്കാട്ട് ബെറ്ററായിട്ടുള്ള അപ്രോച്ച് കൊണ്ടുവരാൻ പറ്റുമോ നോക്കുക. ഈ ലെവലിൽ പിന്നെ ഓപ്പൺ സ്റ്റഡിയാണ്. നമ്മൾ ഈ കോൺസെപ്റ്റൊക്കെ ഒന്ന് മനസ്സിലായി എല്ലാ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഹെവി പ്രോബ്ലംസ് എടുക്കുക. പിന്നെ നമ്മൾ സാധാരണ കോഡിങ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങനെ തന്നെ കീപ്പ് ലേണിങ്. അത്രേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇത് വലിയ സംഭവമായിട്ടാണ് പല ആൾക്കാരും കാണുന്നത്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, നമ്മളിപ്പോൾ കോഡിങ്ങിൽ സെൽഫ് ലേണിങ്ങിലാണെങ്കിൽ പോലും നമ്മൾ സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്പുകളുണ്ട് ഒരു കോൺസെപ്ച്വലി. ആ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ്. പിന്നെ ഡെയിലി ഒരു 2 പ്രോബ്ലം അല്ലെങ്കിൽ മിനിമം ഒരു പ്രോബ്ലമെങ്കിലും സോൾവ് ചെയ്ത് പോവുക. അപ്പം നിങ്ങൾക്ക് പല സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഓ. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത് ഡാറ്റ സ്ട്രക്ചേഴ്സിൽ. പിന്നെ നമുക്ക് അടുത്ത ദിവസങ്ങളിലുള്ള വീഡിയോസ് നമുക്ക് ഓരോന്നായിട്ട് പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം വിചാരിക്കും. പിന്നെ ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരു പ്ലാനാണ് ഉള്ളത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ ഹിയർ മൈ വേർഡ്സ്. താങ്ക് യു സോ മച്ച്.